പോയിട്ട് വന്നാണ്. ഇവരെ കൂടെ പോയി വന്ന് മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം മണമൊന്നുമില്ല, പക്ഷെ ആള് പക്കാ വയലന്റ്. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന്. പുക്കളെ മുന്തിരി വെച്ചെടുക്കണം നാറി. നീ എന്തോടാ ഷോർട്ട് ഫിലിം തന്നെയാണ് എടുക്കുന്നത്? പുക്കളെ മുന്തിരി വെച്ച് ഘടിപ്പിക്കാൻ നടന്നേക്കുന്നത് ഞങ്ങളെ രേണു ചേച്ചിയെ കൊണ്ടുവന്നിട്ട്. ഏത് മുന്തിരി ചേച്ചി? ഉണക്കമുന്തിരി പച്ചമുന്തിരിയോ? മാക്സിമം ഉണക്കമുന്തിരി ആയിരിക്കും നല്ലത്. പച്ചമുന്തിരിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല. അതുകൊണ്ടാണ്. അപ്പം കേരള ഘടകം, കൊല്ലം ഘടകം, രേണുസുതി ഫാൻസ് അസോസിയേഷൻപ്പെട്ട എനിക്ക് ഇത് ഭയങ്കര തളർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പുകളെ മുന്തിരി വെച്ച് ഘടിപ്പിക്കാനായിട്ട് നടക്കുന്നത് സംവിധായകനൊക്കെ. എന്തായാലും കുണുങ്ങി എന്ന് പറഞ്ഞ ആൽബത്തിന്റെ സംവിധായകനായിട്ട് നിൽക്കുന്ന വ്യക്തി കുറച്ചധികം ആരോപണങ്ങളായിട്ട് ഷബീല ബീബിയുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നേ. അതിനൊരു മറുപടി എന്ന രീതിയിൽ രേണുസുതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയാണെങ്കിൽ ചേച്ചിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ചേച്ചി അങ്ങ് വിട്ടേക്ക്, അവരെങ്ങനെങ്കിലും പിഴച്ച് പൊക്കോട്ടെ എന്ന്. അതുകൊണ്ട് ചേച്ചിയെ പഠിപ്പിക്കാനായിട്ട് ചേച്ചി എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് ഞാൻ മാറി നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എന്ത് വേണം, ചേച്ചിക്ക് ലൈം ലൈറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വിവാദങ്ങൾ വേണം. വിവാദങ്ങൾ പൊട്ടിമുളയ്ക്കുക, ആ വിവാദങ്ങളിൽ ചവിട്ടി കയറുക, അതിൻ്റെ മുകളിൽ ഇരിക്കുക. ഇതാണ് ചേച്ചിയുടെ ഒരു തനത് ശൈലി, ജീവിത ശൈലി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിവാദങ്ങൾ എവിടെ ഉണ്ട്, ക്യാമറ എവിടെ ഉണ്ട്, പല്ല് തേക്കുന്നിടത്ത് തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ചേച്ചിയോട് പല്ല് തേക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അവിടെ നിന്ന് തന്നെ വിവാദങ്ങളും വീഡിയോകളും തുടങ്ങാനായിട്ട് ചേച്ചി ശ്രമിക്കാം. അപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ മാറ്റി വെച്ച കാര്യം. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ടോപ്പിക്കാണ്. ചേച്ചി മണമില്ലാത്ത എന്തോ സാധനങ്ങളൊക്കെ അടിച്ച് ഫ്ലാറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി മുട്ടം വിഷയമാകുന്ന അതിൻ്റെ വീഡിയോ സഹിതമുണ്ട്. പക്ഷേ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ചേച്ചിയുടെ നടക്കുന്നതും കൊലുസിൻ്റെ ആട്ടമൊക്കെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും എടുക്കാനായിട്ട് കഴിയത്തില്ല. അവരിതൊന്നും നോക്കത്തില്ല, അവരിതൊന്നും കാണത്തില്ല. അവരുടെ കൂടെയൊക്കെയാണ് പോയതെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാനായിട്ട് ഇതൊന്നും അധികം നിങ്ങളെ പറഞ്ഞ് അങ്ങ് ഹൈപ്പ് കയറ്റുന്നില്ല. നിങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ശബീല ബീബിയുടെ ചാനലിൽ കുണുങ്ങി എന്ന് പറയുന്നാലും കുണുങ്ങി ഒരു നല്ലൊരു പേരിട്ടുമായിരുന്നു. പറയാനെങ്കിലും എനിക്കൊരു ഇമ്പം കിട്ടിയാൽ. അപ്പം കുണുങ്ങി എന്ന് പറഞ്ഞ ആൽബത്തിന്റെ സംവിധായകൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. സ്ഥിരം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് എന്ന് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞു ഷൂട്ടിന് ഇടയ്ക്ക്. രേണുവിന്റെ സ്ഥിരം എക്സ്പ്രഷന് ഇടരുതെന്ന് പറഞ്ഞു. രേണുവിന്റെ സ്ഥിരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ രേണുവിന്റെ സ്ഥിരം എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കാം. ഇതാണ് രേണുവിന്റെ സ്ഥിരം എക്സ്പ്രഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. 29 ടേക്ക് ആയിട്ട് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരുമോ? നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ ബൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരുമെന്ന് പറയും. അതിനൊന്നും ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. ചേച്ചി 21 ടേക്കൊക്കെ എടുക്കും. പ്രൊഫഷണൽ ആക്ടേഴ്സ് ആകുമ്പം 21, 30, 31 ടേക്കുകൾ എടുക്കും. ഓരോ എടുക്കുന്ന ടേക്കുകളിലൂടെ ആയിരിക്കും വളർന്ന് നല്ല രീതിയിൽ ഒരു വ്യക്തമായ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് രേണുസുതി വന്നെത്തുന്നത്. ചിലപ്പോൾ 30 ആവാം, 40 ആവാം, 50 ആവാം, ചിലപ്പോൾ നീണ്ടുപോയേക്കാം, ചിലപ്പോൾ ഇൻഫിനിറ്റി കൗണ്ട് ഓഫ് ഷോർട്സ് അങ്ങനെയൊക്കെ വരാം. ചേച്ചി കുറ്റം പറയില്ലേ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് അങ്ങനെയൊക്കെ കഴിയും. അല്ലാതെ ഒറ്റ ടേക്കിലൊക്കെ എടുക്കുന്നില്ല. അഭിനയക്കാരുണ്ട്, മോഹൻലാൽ, മമ്മൂട്ടി, അവരൊക്കെയാണ്. എന്നെ പോലുള്ളവർ ഒരുപാട് ടേക്കുകൾ എടുത്തിട്ടാണ് എക്സ്പ്രഷൻസ് വാരി വിതറുന്നത്. ആ എക്സ്പ്രഷൻ എന്നാലേ ചോദിക്കുക നിങ്ങൾ. അയ്യോ, അതുകൊണ്ട് പ്ലീസ് ഡയറക്ടർ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ചേച്ചി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണം. അതാണ് നിങ്ങളുടെ ജോലി. കം നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഒരാളെ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരുമോ എന്ന് പറയുമോ? ആരെങ്കിലും പറയുമോ? പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ലാതെ പഠിക്കാനുള്ള മോളതയോട് കൂടി നിൽക്കണം. ഒരു സഹകരണം വേണം. എനിക്കും ഇത് വലിയ കാര്യത്തിൽ അറിയില്ല. നമ്മളിതൊന്നും കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല. നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്. ഇവരുടെ കൂടെ പോയി വന്ന് മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം മണമൊന്നുമില്ല, പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങുകയാണ്. റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്. അവരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലാണ്. എന്നിട്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കുകയാണ്. അത് രസം. ഇവൾ ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാരെടുത്തിട്ടില്ല.
കറിയന്മാരാണല്ലോ കൊണ്ടുപോയി ഈ കോലത്തിലാക്കിയത്. ഉപ്പന്മാരെടുത്താൽ എന്തായിരിക്കും ഇവരെങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാഞ്ഞ്? സാധാരണ മുക്കിയാലും മുള്ളിയാലും എടുക്കുന്നതല്ലേ. അമ്മ പ്രസവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര് അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെ ആക്കില്ലേ, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈ കെട്ടിക്കാം, ഒന്നും വേണോന്ന് ചോദിച്ചിട്ടില്ല, അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. എന്തെങ്കിലും വേണം. എന്താ അവര് നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാന്? ഞാൻ പറഞ്ഞത് എന്താ എടുക്കാന്? ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോട് രേണുസുതിയെ വെച്ചിട്ട് വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ രേണുസുതിയുടെ നെഗറ്റീവ് സാധനങ്ങൾ എടുത്ത് പുറത്ത് വിടത്തില്ല. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രേണുസുതി ഇവർക്ക് വലിയൊരു കണ്ടന്റായി എല്ലാ ദിവസവും ആരും ഇല്ലെങ്കിലും രേണു ചേച്ചി ഇന്നൊരു വീഡിയോ ഒക്കെ തരാമോ എന്ന് പറഞ്ഞാൽ രേണു ചേച്ചി വാമനെ ചേച്ചി ഇന്ന് പുതിയ സാധനം ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഒരു കണ്ടന്റ് കൊടുക്കും. അതുകൊണ്ട് രേണു മൊത്തം നെഗറ്റീവ് ആയിട്ട് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ട് അവർ രേണുവിനെ വെറുപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുത്ത് പുറത്ത് വിടത്തില്ല. അതുകൊണ്ട് അവരെ ഒന്നും വിശ്വസിക്കില്ല. അവന്മാരൊന്നും യഥാർത്ഥ യൂട്യൂബേഴ്സ് ഒന്നും അല്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ അമ്മ പ്രസവിക്കാൻ നേരം അത് വീഡിയോ എടുത്ത് പുറത്ത് വിട്ടെങ്ങനെങ്കിലും നടക്കും, അത്രേ ഉള്ളൂ. അവരത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് മുഖം പോലും കാണിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. കുറേ ആൾക്കാരൊക്കെ എക്സ്പോസ് ചെയ്യാൻ നോക്കിയിട്ടില്ലേ? ഇപ്പോൾ കണ്ടില്ലേ, മുഖമൊക്കെ തപ്പി മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് വായൊക്കെ തപ്പിക്കൊണ്ടൊക്കെ ഓടുന്നു ഓരോ എലിവാണത്തേക്ക്. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അല്ല ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി നിർത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല. ഇവര് മാത്രമേ വരാറുള്ളൂ, ഇവര് വീട്ടിൽ നിന്ന് വേറെ ആരും വരാറില്ലേ? മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്, മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്കൊരു ചില വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ ആവട്ടെ, അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി വൈകിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാൽ ചിലപ്പോൾ. പക്ഷെ താമരശ്ശേരിയാണ്, അങ്ങനത്തെ വിഷയം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അവർ വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങി പോയതുമല്ല, അവർ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പം ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ബേസിൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഈ ചെയ്യുന്ന ആൽബം ജനങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ ഇവരെ കുറേ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണേലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാ, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ബേസിക്കലി രേണുസുതിയെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധയ്ക്ക് അവരവരുടെ ഡിമാൻഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതി ഒരു സൈനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമാതിരി പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒന്നൊന്നുമല്ല, ഇതിന് മുമ്പ് ഈ സംവിധാനം ചെയ്തവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ പിച്ചി മുള്ളി എന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം രേണുസുതി മദ്യപിച്ചിട്ടാണ് വന്നത്, രേണുസുതി വീണ്ടും ഞങ്ങൾ എടുത്തു വെച്ചത് അടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളും അടിക്കാൻ വേണ്ടിയല്ലേ എടുത്തു വെച്ചത്. രേണുസുതി വേറെ അടിച്ചിട്ട് വന്നു. പിന്നെ അതിന് മണമുണ്ടോ മണമില്ലയോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടേ, ജഗപൊക ആയിട്ടൊക്കെ പോകുന്നത്. അത്രേ ഉള്ളൂ. വിളിച്ച് ഇവിടെ വന്ന് എൻ്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കലെന്ന്. അവർ സമ്മതിച്ചിട്ടുണ്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നായികേനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന്. അതൊക്കെ അവര് ഒരുപാട് പേര് സമ്മതിക്കുന്നേ. എന്റെ മുതലാളിക്ക് വണ്ടി ഇടാനുള്ള സ്ഥലം, വാഹനം കഴുകാനുള്ള സൗകര്യം, എന്റെ മുതലാളിക്കും കൂട്ടുകാർക്കും ഈ ഹോട്ടലിന്റെ പരിപൂർണ്ണ സ്വാതന്ത്ര്യം എന്നൊക്കെ തുറപ്പുകുലാലി പറയത്തില്ലേ, അതുപോലൊരു ഐറ്റമാണ് ചേച്ചി. അതുമല്ലാന്നുണ്ടെങ്കിൽ CID മൂസയ്ക്കകത്ത് പട്ടിയുടെ മെനു അങ്ങോട്ട് നീട്ടുന്ന ദിലീപില്ലേ, ആ ഒരു രീതിയിൽ CID മൂസയിലെ അർജുനായിട്ട് നമ്മുടെ രേണു ചേച്ചി നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി. ഉണ്ടെന്ന് അതൊക്കെ പറയട്ടെ. ആരാന്ന് അതൊക്കെ ആരൊരു സെറ്റിൽ നിന്നാണ് കൊണ്ടുപോയെന്ന് പറയട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവരിപ്പോ ചെയ്തിട്ടുള്ളൂ, വേറെ ആരോട് ചെയ്തു? ദാസന്റെ കൂടെ ഇപ്പൊ ചെയ്തതല്ലേ. എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുണ്ട്, അവര് സ്ത്രീയാ. ഇവരൊന്നും രേണുസുതിയൊക്കെ എന്തുകൂടാ സോഷ്യൽ മീഡിയ അഭിനയ രംഗത്തെ മാഫിയയോ? ഞങ്ങൾ ഷൂട്ടിങ്ങിനിടയിൽ നായികയുമായിട്ട് പുറത്തോട്ട് പോകുന്നു. ദാസ, നിന്റെ ഭാര്യ അറിയുന്നുണ്ടോ നായികയുമായിട്ട് പുറത്തോട്ടൊക്കെ പോകുന്നതൊക്കെ? അറിയണം, എല്ലാവരും അറിയണം, അറിഞ്ഞിരിക്കണം. വേറെ ഒന്നിനും ആഹാരം കഴിക്കുന്ന ചിലപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാനായിരിക്കും ഇവർ പോയിരിക്കുന്നത്. സോഡ ഒഴിച്ചിട്ടാണോ കുടിക്കുന്നത് ആവോ?
നായികയുമായിട്ട് ഷൂട്ടിങ്ങിനിടയിൽ പുറത്തു പോകണമെന്ന്. എടാ ഈ അഭിനയിക്കാനുള്ളത് മോഹൻലാൽ മമ്മൂട്ടി പോലും ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് വന്നടേ അഭിനയിക്കുന്നത്. എന്തിനാ അവരങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് അഭിനയിക്കുന്നത്? നമ്മളെപ്പോലുള്ള വെയിറ്റുള്ള പവറുള്ള ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ആകുമ്പോഴത്തേന് അങ്ങനെയൊക്കെ ആടെ നമ്മുടെ സമയത്തിനെ പറ്റൂ. ഞാനിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യും, നാളെ അപ്പുറത്ത് ഞാൻ പോവും, അപ്പം നായകനോട്ട് അങ്ങോട്ട് പോവും. ബോളിവുഡ് റോക്ക് ഓൺ ബോളിവുഡ് അത്രേ ഉള്ളു. അങ്ങനെയൊക്കെ പോകുന്ന ചേച്ചി നിങ്ങൾ എന്തോ പറയുന്നത്? നിങ്ങൾ പറയുന്ന രീതിയിലൊന്നും നമ്മളെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. ഇതിന്റെ ഭാഗമായിട്ട് ചേച്ചി കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുവരാം. അതിനകത്താണ് അയ്യോ അന്യായം, അയ്യോ അവിടെ അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഫ്ലാറ്റ് വെച്ചിട്ട് ആ പ്രശ്നങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. ഞാൻ കേട്ടില്ല, കേട്ടാലും അങ്ങനെ വിളിച്ച് പറയണത്. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ഞാനിത് പാർട്ടിയിൽ ഡാൻസ് കളിച്ചൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞത് ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളം എന്തിനാ പറഞ്ഞത്? ഞാൻ കേട്ടിട്ട് എല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കുവാണ്, അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? ചെയ്താ പോരെ? ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോ? ഇത്രയും മീഡിയക്കാരെ എനിക്കറിയാം. ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? അത് പറ, എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാ പോരെ? എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഷോപ്പ് പറയും? എടാ ഈ വീഡിയോ എടുക്കുന്ന നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലടാ, ഇതുപോലൊരു ടീമിനെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കുക എടുപ്പിക്കാനായിട്ട്. അവർ തിരിച്ച് സംസാരിക്കുമെന്ന് കേട്ടാൽ തന്നെ അറിയാം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വേണ്ടിയല്ല, അവർ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ രേണുവിൻ്റെ ഒരു ഒച്ച നോക്കേ എന്തോ ആയിക്കോട്ടെ, അവർക്ക് ആ ഡ്രസ് ഇടാൻ പറ്റത്തില്ലെന്നും ലിപ് ലോക്കിന്റെ കാര്യം അത് അവരുടെ ഇഷ്ടം, അതിനകത്ത് നമ്മൾ പറയുന്നൊന്നുമില്ല. ഇവർ പക്ഷേ ഒരു ചന്ത പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാമേ ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മളൊരു മീനോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ സാധനമോ വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ആൾക്കൂട്ടം എല്ലാം കേൾക്കുന്ന രീതിയിൽ നമ്മൾ പറയണമെന്നല്ലോ. അതിനാണല്ലോ നമ്മൾ ഈ ചന്ത എന്ന് പറയുന്നത്. ഒരുപാട് ക്രൗഡൊക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളെല്ലാം വിൽക്കുന്നത്. അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ 1.5 കിലോ മീന് 1.5 മിനിറ്റ് കൊണ്ട് വിറ്റ് കൊടുക്കുന്ന അതേ സൗണ്ടോട് കൂടിയാണ് ഈ സിനി സീരിയൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റിയായി പെടുത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമറയ്ക്ക് മുന്നിലെ അതിഭീകരതയും ക്യാമറയ്ക്ക് മുന്നിലെ തരുണി മണിയുമായിട്ടുള്ള രേണു സുധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങ് അടങ്ങ്. അവർ എങ്ങനെയായാലും രേണുവിനെ വെച്ച് 10 കാശ് ഉണ്ടായിക്കോട്ടെ. രേണു അങ്ങ് സെലിബ്രിറ്റി ലെവലിലേക്ക് പോയി അവസാനം മിക്കവാറും തോക്കൊക്കെ അലവ് ചെയ്യാൻ തോന്നുന്നു ഗവൺമെന്റ് ചേച്ചിയുടെ ഒരു പരിപാടിയെ കണ്ടിട്ട്. എന്തായാലും കൊള്ളാം, ബാക്കി കണ്ടുപോലെ. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞ പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും പച്ച വെള്ളം പോലും ഇവര് തരാതാണ് ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ കൂട്ടിക്കൂട്ടി ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ ഞങ്ങൾ കഴിച്ചത്. അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാര് കസിൻസിനോടൊപ്പം വല്ലതും ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം. ആകെ കൂടി ഞാൻ കഴിക്കുന്നത് എന്റെ കസിൻസിന്റെ കൂടെയും പിന്നെ ദുബായിൽ വല്ലതും പോകുമ്പോഴാണ്. ചിലപ്പോൾ ദുബായിൽ ഏതെങ്കിലും ഒരു മദ്യം കുടിച്ച വീഡിയോസ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചേച്ചി നേരത്തെ മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചത്. ഇപ്പൊ കുടുംബക്കാരും മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് വിഷയം വരത്തില്ലേ? ഒറ്റക്കല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചിയുടെ ഐഡിയ എന്താന്നുള്ളത്. ചേച്ചി ഊപ്പറായിട്ട് 1 ലിറ്റർ എടുത്തിട്ട് 1.5 മണിക്കൂർ അടിച്ചു തീർക്കണം. പിന്നെ അല്ല ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിൻലാൽ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാര് എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല. സീൻ പറഞ്ഞു തരുക. ഈ മീഡിയക്കാരെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവര് സത്യം പറഞ്ഞാൽ രേണുവിന് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. അത് ബേസിക്കലി അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ. കാരണം ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോടെ ഇതുപോലെ ഈ മീഡിയ എടുക്കുന്ന ആൾക്കാർ ഒരു കാറിനകത്ത് കയറി ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ആ ഫ്രണ്ട് സീറ്റിൽ നമ്മൾ ചാരിയിരിക്കുന്ന ആ ഒരു ഭാഗത്തെ അങ്ങ് മലർത്തി താഴെ കിടത്തിയിട്ട് ബാക്കിൽ ക്യാമറാമാൻ ഇരുന്നിട്ട് ചേച്ചി ഫ്രണ്ടിൽ ഇരുന്നിട്ട് അഭിമുഖം കൊടുക്കുന്നത്. വാവ്, വാട്ടെ നാച്ചുറാലിറ്റി.
അതൊക്കെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഈ മീഡിയക്കാരൊക്കെ നീ പറയുന്ന കണക്ക് നിൽക്കുന്നവരും നീ മീഡിയക്കാർ പറയുന്ന കണക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയും മറ്റേ പുരുഷന്മാരുമാണെന്നുള്ളൊരു കാര്യം. അല്പം ജനങ്ങളിലേക്ക് വിശ്വസിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കാണിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് രേണുസുതി മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല, തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് രേണുസുതി സ്വന്തം ജീവിതം കൊണ്ട് തന്നെ. ഓർത്തെ ഇവൻ എന്നിട്ട് ഇവരെ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ വെച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞ ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സ് ഇട്ട് എനിക്ക് ഒട്ടും പറ്റില്ല, കംഫോർട്ടബിൾ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കരയോ. അതിനോട് രേണുവിന് കംഫോർട്ടബിൾ അല്ലേ രേണു പറ. എന്നിട്ട് ഇവൻ ചെന്നേ പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെങ്കിൽ എനിക്ക് കംഫോർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫോർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കില്ല. ഇയാൾ എന്റെ അടുത്ത് ഒരു സീനും ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാള് അത് മോശമായിപ്പോട്ടോ, ഒരു കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ സബീന ബീവി പുറത്തു വിട്ടിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇങ്ങനൊന്നും അല്ല. ചേച്ചി ഇതിനെല്ലാം തെറ്റെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പരിപാടി കാണിക്കുന്നത്. അവർ ചേച്ചി പറഞ്ഞ ഉറപ്പിലും വിശ്വാസത്തിലും അല്ലേ അവർ ആ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയത്. ചേച്ചിയുടെ ബുക്കുള്ളൊരു മുന്തിരി വെച്ച് കടിക്കുന്ന വീഡിയോ ഭക്തജനങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ചേച്ചി സമ്മതിക്കുന്നില്ല. ചേച്ചി അവിടെ ഉറപ്പ് പറഞ്ഞിട്ട് ഇവിടെ ഉറപ്പില്ല എന്ന് പറഞ്ഞു. ഹീൽസ് വേണം, ഇങ്ങനെ പൊങ്ങി നിൽക്കണം. എന്താ ഹീൽസ് ഒക്കെ നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ ഹീൽസോ ഹീലില്ലാതെ എന്തെങ്കിലും ഒക്കെ ഇടും. നമുക്ക് അടുത്ത് നോക്കാം. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതില് ഒരുപാട് ആരോപണങ്ങൾ, രേണു അതില് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോടാണ്, നമ്മളെ മീഡിയക്കാരെ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് ഇത് ആ വീഡിയോയുടെ തന്നെ തൊട്ടിപ്പുറത്തെ മറുതലക്ക് ഇരുന്നുകൊണ്ട് അതേ ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഭക്തജനങ്ങളെ, രേണുസുതിയുടെ ഭക്തജനങ്ങളെ, അവിടെ വെടിവഴിപാടല്ല നടക്കുന്നത്, ഇതെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റഡ് ഐറ്റങ്ങൾ ചേച്ചി ഇറക്കി വിടുന്നത്. ഇനി ഇതിന്റെ എനിക്കൊന്ന് ബാക്കിൽ 3 പേര് ഇരിപ്പുണ്ട്. മൂന്നാം തല നമുക്കൊന്ന് കാണാം. ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്, അത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്കും. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാള് മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്? അയ്യോ, ഇതിന്റെ ആൻസർ തന്നെയല്ലേ നമ്മള് മറ്റിടത്തും കണ്ടത്. അത്രേ ഉള്ളൂ. ചേച്ചിയുടെ മറതലയും മറവില്ലാത്തതല്ലേ ഇതൊക്കെ തന്നെ. അടുത്തത് സീനും ഇയാള് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാള് ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ്, ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം, അവരിറക്കിയ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫോർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അയ്യാളാ കുറെ നേരം മിണ്ടുന്നപ്പം അവരുടെ ചേച്ചി കംഫർട്ടബിൾ അല്ല, ചേച്ചിക്കുന്നതും കാണിക്കാൻ കംഫർട്ടബിൾ അല്ല. പക്ഷെ എക്സ്ക്ലൂസീവ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ കാണിക്കും ഗുഡ് നൈറ്റ് അങ്ങനൊക്കെ പറയൂടാ. എന്തൂടാ നമ്മള് കംഫർട്ടബിൾ അല്ല, പക്ഷെ ഇവിടെ നമ്മള് കംഫർട്ടബിൾ ആണ്. നിങ്ങൾ എന്ത് പറയണത്? അപ്പൊ ചേച്ചി കംഫർട്ടബിൾ അല്ലാത്ത കാര്യമൊന്നുമല്ല. നിങ്ങൾ തമ്മിലുള്ള എന്തോ ഈഗോ ക്ലാഷ് ആയതുകൊണ്ട് മാത്രമാണ് പൂക്കളിൽ മുന്തിരി വെച്ച് കടിക്കാനായിട്ട് സമ്മതിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ആൽബമെങ്കിലും ഉണ്ടെങ്കിൽ പൂക്കളിൽ മുന്തിരി വെച്ച് കടിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് കാണുമൊന്നും വേണ്ടത് വേറെ കാര്യം. ഇത് കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ഭക്തജനങ്ങൾ കാണും. അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി ദൂരോട്ട് മാറിയെന്ന് ഇതാണ് അങ്ങനെയൊക്കെ നമ്മളെ നോക്കിയാൽ കേട്ടോ. അപ്പൊ ശരി ചേച്ചി പൂക്കളിൽ മുന്തിരി വെച്ചോണ്ട് കടിപ്പിക്കട്ടെ. ശരി, ഗുഡ് നൈറ്റ്.